ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ കാണിക്കാം. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ സ്കൂളിൽ പോകേണ്ട ദിവസം ഒരു റൊട്ടീൻ എങ്ങനെയാണ് രാവിലെ ഓടിപ്പിടിച്ച് എല്ലാം ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാം. അപ്പോൾ ചായ വെക്കാനുള്ള പാല് ഞാൻ അടുപ്പത്തോട്ട് വെക്കുവാണേ. തലേദിവസം നമ്മൾ ആലോചിച്ച് വെക്കും രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന്. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ കുറച്ച് പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആക്കാമെന്ന് വിചാരിച്ചു. മോന് എന്തായാലും കുഞ്ഞാൾക്ക് ഇളയാൾക്ക് എന്തെങ്കിലും കറി ഇല്ലാണ്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അവർ കറി വേണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കറി ഇല്ലാതെ പറ്റത്തില്ല. അപ്പം രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കുക്കറിലോട്ടിട്ടങ്ങ് വേവിക്കാനായിട്ട് ആദ്യം തന്നെ അതങ്ങ് അടുപ്പത്തോട്ടങ്ങ് വെച്ചു. അപ്പം നമ്മുടെ ഈസി ഇടിയപ്പപ്പൊടി ഡബിൾ ഹോൾസിൻ്റെ ഈസി ഇടിയപ്പപ്പൊടിയാണ് എടുത്തത്. അതാകുമ്പോൾ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതിയല്ലോ. മറ്റേ ചൂടുവെള്ളത്തിലാകുമ്പോൾ എനിക്ക് കൈയൊക്കെ ഇച്ചിരി നല്ലപോലെ പൊള്ളും. അപ്പോൾ അതിൽ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം ഇതാണ്. പക്ഷേ നല്ല സോഫ്റ്റ് ഇടിയപ്പം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴാണെങ്കിലും ഞാൻ ഇത് തന്നെയാണ് വാങ്ങിക്കുന്നത്. നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം തന്നെ ഇതിന്. അപ്പം അതൊക്കെ സെറ്റാക്കി ഞാൻ കുഴച്ചൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കൊച്ചുള്ളി ഞാൻ ഒരു കൊച്ചു സവാള എടുത്തു സ്റ്റൂവിന്. കൊച്ചുള്ളിയും കൊച്ചു സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങയും തിരുമ്മി, ഇടിയപ്പത്തിനും തേങ്ങ വേണം, കറിക്കും സ്റ്റൂവിനും തേങ്ങ വേണമല്ലോ. അപ്പോൾ സ്റ്റൂ ഞാൻ ഇന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊന്നും ഞാൻ വെക്കുന്നില്ല. ഞാൻ തേങ്ങ നല്ലപോലെ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല പേസ്റ്റ് പരുവത്തിൽ തേങ്ങ അരച്ച് സ്റ്റൂ ആക്കാമെന്ന് വിചാരിച്ചു. തേങ്ങാപ്പാലൊക്കെ എല്ലാം ഇന്നലെ പിഴിഞ്ഞ് എടുക്കണമായിരുന്നു. ഇപ്പോൾ രാവിലെ അതിനുള്ള ടൈമില്ല. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് എനിക്ക് കൂട്ടാനുള്ള തേങ്ങയും വേണം, ഇടിയപ്പത്തിനുള്ള തേങ്ങയും വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്മി സെറ്റാക്കി വെച്ചു. അപ്പം ഇടിയപ്പത്തിനുള്ള വെള്ളം ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പുഴുങ്ങാനുള്ള. ഇപ്പോൾ ഇടിയപ്പമൊക്കെ നമ്മൾ എല്ലാം കറക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും പുഴുങ്ങാനായിട്ട് അടുപ്പത്തോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ആ സമയത്തിന് മോൻ എണ്ണീറ്റ് അവൻ ബ്രഷ് ചെയ്തു. അവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പം തനിയെ ബ്രഷ് ചെയ്യുകയും കുളിക്കുകയൊക്കെ തനിയെ ചെയ്തോളും. ചില ദിവസങ്ങളിൽ കൈ കഴിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഞാൻ കുളിപ്പിക്കും. അപ്പോൾ അവനെല്ലാം ഓക്കെ ആയി. അവൻ കുളിക്കാൻ പോയേക്കോ. ചേട്ടന് എണീച്ചു. ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ് രാവിലെ ഡ്രസ്സ് അയൺ ചെയ്യുക എന്നുള്ളത്. ഏട്ടന് പോകാനുള്ള ഡ്രസ്സും അയൺ ചെയ്യും, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും ഏട്ടൻ അയൺ ചെയ്യും. ഞാൻ അപ്പോഴത്തേക്ക് കിച്ചൺ ഡ്യൂട്ടീസൊക്കെ ഞാനും ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റൂവിന് അടുപ്പത്തേക്ക് ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ച പച്ചമുളകും 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളകും കൊച്ചുള്ളി അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ഞാനൊന്ന് വരട്ടി ഒന്ന് വരണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ വെന്ത ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി വളരെ കുറച്ച് മല്ലിപ്പൊടി, നമ്മുടെ കുറച്ച് ഗരം മസാലയും ചേർത്ത് നല്ലപോലെ ഇളക്കി അരച്ച് വെച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓഫ് ചെയ്തേ. അപ്പോൾ സ്റ്റൂ എല്ലാം ഇളക്കി നമ്മുടെ കടുക് വറുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇനി ചേർക്കാമെന്ന് വിചാരിച്ചു. കടുക് വറുക്കാനായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ കൊച്ചുള്ളിയും ഉലുവയും കടുകും കൂടി ഇട്ട് കടുക് വറുക്കുവാണ്. ഉലുവപ്പൊടി ഞാൻ സ്റ്റൂവിനായിട്ട് ചേർത്തില്ല കൊണ്ട് ഉലുവയും കൂടി ഇട്ട് കടുക് വറുത്തെല്ലാം അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം 2 പേർക്കും സ്കൂൾ ടൈമിങ് ഒരാൾക്ക് രാവിലെ മൂത്ത ആൾക്ക് 8 തൊട്ട് 1:30 വരെ, ഇളയ ആൾക്ക് രാവിലെ 8:45 മുതൽ 12 വരെ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലേക്ക് ലഞ്ച് കൊടുത്ത് വിടണം. 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിട്ടാൽ മതി. അപ്പം ഞാൻ ഇടിയപ്പമൊക്കെ അവന് 2 മതിയെന്ന് പറയും എൻ്റെ അടുത്ത്. ഞാനൊരു 4 ഇടിയപ്പം എടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ഇടിയപ്പം. അപ്പോൾ 2 കഴിച്ചാൽ കുഞ്ഞിനൊന്നും ആകത്തില്ല. ഞാൻ 4 ഇടിയപ്പം എടുത്ത് വെച്ചു. അങ്ങനെ അതൊക്കെ ഓക്കെ ആക്കി ഇനി മോൻ പോയിട്ട് വേണം ഇളയാളെ എണ്ണിപ്പിച്ച് അവനെ എല്ലാം ഒന്ന് റെഡിയാക്കി കുളിപ്പിക്കുകയൊക്കെ ചെയ്യാൻ. അപ്പം അവന് കറിയൊക്കെ ഞാൻ എടുത്ത് കറി എടുത്ത് വെച്ച് അവന് ടൈം ആവുന്നു. അപ്പം എളുപ്പം ചെയ്യുമ്മേ എന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി അപ്പോൾ അവൻ ഇറങ്ങുവാണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം ബൈ. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാമേ. ബൈ.